Hi students, welcome again to Solid State. കഴിഞ്ഞ ദിവസങ്ങളിലായി നാം പഠിച്ചു തുടങ്ങിയ സോളിഡ് സ്റ്റേറ്റ് എന്ന ടോപ്പിക്കിലെ ചാപ്റ്ററിലെ മൂന്നാം സെഷനിലേക്കാണ് ഇന്ന് നമ്മൾ കയറിപ്പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. In the first class we studied about the classification of solids, and in our second class we studied unit cell and its classification. You know, there are mainly two types of unit cells. First one, primitive unit cell, and second one, centered unit cell. Today, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സെല്ലുകളിൽ എത്ര പാർട്ടിക്കിളുകൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് ആറ്റംസ് ഓർ പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ, അത് എത്രയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലാദ്യം ഇന്ന് നമ്മൾ ചെല്ലുന്നത് ആദ്യം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലേക്കാണ്. നിങ്ങളുടെ ഓർമ്മയിലുണ്ട്, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂണിറ്റ് സെൽസ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ് ഓൺലി. പാർട്ടിക്കിളുകൾ കോർണറുകളിൽ മാത്രമുള്ളതായിരുന്നു ഫസ്റ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്നാൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ നമ്മൾ ഓർക്കുന്നു, അത് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകളായിരുന്നു. ഒന്നുകിൽ ബോഡിയുടെ സെൻറ്ററിൽ ഇതിനെ കൂടാതെ കോർണറിലുള്ളതിനെ കൂടാതെ, അല്ലെങ്കിൽ ഫേസുകളുടെ സെൻറ്ററുകളിൽ കോർണറുകളിലുള്ളതിനെ കൂടാതെ, അല്ലാതെ രണ്ട് എൻഡ് സെൻറ്ററുകളിൽ കോർണറുകളിലുള്ളതിനെ കൂടാതെ, ഇത്തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകൾ. അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച് കാണിച്ചിരുന്നെങ്കിലും ഒരിക്കൽ കൂടി ഞാനത് വരക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഒരു ആദ്യം നമ്മൾ പഠിച്ച ആ യൂണിറ്റ് സെല്ലിൽ നിങ്ങൾ ഓർക്കുന്നു യഥാർത്ഥത്തിൽ എന്താണുള്ളത്? 8 കോർണറുകളിൽ, 8 കോർണറുകളിൽ മാത്രമാണ് ഇവിടെ പാർട്ടിക്കിളുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? ആണ്. ആ പാർട്ടിക്കിളുകൾ 1, 2, 3, 4 കോർണേഴ്സ് ഇൻ ദ ബിലോ പാർട്ട്, ആൻഡ് ഹിയർ ഓൾസോ 4 കോർണേഴ്സ്. കണ്ടുവോ? 8 കോർണറുകളിൽ മാത്രമാണ് പാർട്ടിക്കിളുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ യൂണിറ്റ് സെല്ലിൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിളുകളുണ്ട്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര എന്ന ചോദ്യത്തിന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം 1, 2, 3, 4, 5, 6, 7, 8 എന്ന്. അല്ല, നിങ്ങൾക്കറിയാം, ഈ യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഒരു ചെറിയ ഏറ്റവും സിമ്പിളായ പാർട്ട് മാത്രമാണ്. ഇങ്ങനെ ആയിരക്കണക്കിന്, അല്ല ലക്ഷക്കണക്കിന് റിപ്പീറ്റ് ചെയ്തതാണ് എൻറ്റയർ ക്രിസ്റ്റൽ. അങ്ങനെ വരുമ്പോൾ ഇവിടേക്കൊരു യൂണിറ്റ് ഇതിൻ്റെ സൈഡിലേക്ക് റിപ്പീറ്റ് ചെയ്താൽ ആ യൂണിറ്റ് സെല്ലിൻ്റെയും പാർട്ടാണ് ഈ 4 എണ്ണവും. അതേപോലെ മുകളിലേക്ക് റിപ്പീറ്റ് ചെയ്താൽ അതിൻ്റെ പാർട്ടാണ് ഇവർ. ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്താൽ അതിൻ്റെ പാർട്ടാണ് ഇവർ. അങ്ങനെ ഒരു പാർട്ടിക്കിൾ തന്നെ യഥാർത്ഥത്തിൽ 8 പാർട്ടിക്കിളുകളുടെ 8 യൂണിറ്റ് സെല്ലുകളുടെ പാർട്ടാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഓരോ പാർട്ടിക്കിളും, ഈച്ച് ആൻഡ് എവരി പാർട്ടിക്കിൾ ഈസ് ദ പാർട്ട് ഓഫ് 8 യൂണിറ്റ് സെൽസ്. 8 യൂണിറ്റ് സെല്ലുകളുടെ. അത് ഏതുപോലെ ഇരിക്കും? ഇപ്പം നിങ്ങളിരിക്കുന്ന ക്ലാസ് റൂം, ആ ക്ലാസ് റൂം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു റൂം, നമ്മൾ ആ ക്ലാസ് റൂമിനെ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് റൂം വലിയ ഒരു ബിൽഡിങ്ങിൽ അതിന് എല്ലാ ഭാഗത്തേക്കും റൂമുകളുണ്ടെന്ന് കരുതുക. അപ്പോൾ ഇടത്തേക്കുണ്ട്, വലത്തോട്ടുണ്ട്, പുറകോട്ടുണ്ട്, മുന്നോട്ടുണ്ട്, മേലോട്ടുണ്ട്, താഴോട്ടുണ്ട്, എല്ലായിടത്തേക്കുണ്ട്. അങ്ങനെയുള്ളൊരു ക്ലാസ് റൂമിൻ്റെ ഒരു മൂലയിൽ ഉള്ള ഒരു വലിയ കല്ലിനെ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് നിങ്ങളുടെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ബാക്കിലുള്ള അപ്പുറത്തുള്ള ക്ലാസ് റൂമിൽ നിന്ന് നോക്കുന്ന അയാൾക്കും അയാളുടെ ആ ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു ഭാഗമാണ്. ഇനി നിങ്ങളുടെ ആ സൈഡിലുള്ള ക്ലാസ്സിൽ നിന്ന് നോക്കുന്നയാൾക്കും
അതേപോലെ ബാക്കിലുള്ളവൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന ഇയാൾക്കും അത് ഭാഗമാണ്. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ 4 പേർക്കത് ഭാഗമാണ്. ഇതേപോലെ തൊട്ടു മുകളിലുള്ള 4, അങ്ങനെ വരുമ്പോൾ 8 പേർക്കതൊരു ഭാഗമാണ്. അതാണ് അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇൻ എ യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിലുള്ളതാണ് ഈസ് ഈക്വൽ ടു 1 8 സ്വന്തം. അപ്പോൾ ഒരാൾക്ക് അതിൻ്റെ 1/8 പാർട്ടല്ലേ ഉണ്ടാവുക. 1/8 × 8 ഈസ് ഈക്വൽ ടു 8/8 ഈസ് ഈക്വൽ ടു 1. ഗോട്ട് ഇറ്റ്? നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതട്ടെ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു 1/8 × 8. എവിടെ നിന്നാണ് എനിക്ക് 8 കിട്ടിയത്? 8 കോർണറുകൾ. എവിടെ നിന്നാണ് എനിക്ക് 1/8 കിട്ടിയത്? ഓരോ കോർണറിലുമുള്ള പാർട്ടിക്കിൾ 8 യൂണിറ്റ് സെല്ലുകളുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ 8 യൂണിറ്റ് സെല്ലുകൾക്കായിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് 1/8 അല്ലേ കാണൂ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെത് 1/8 × 8. സോ ഈസ് ഈക്വൽ ടു 8/8 ഈസ് ഈക്വൽ ടു 1. യു ഗോട്ട് ഇറ്റ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇത് വളരെ പ്രധാനമാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ അത് 1 ആണ്. കിട്ടിയെങ്കിൽ രണ്ടാമത്തേത് നമുക്കറിയാം സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകളാണ്. അത് 3 തരമുണ്ട്: ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ്. അതുകൊണ്ട് ഞാൻ അതിലെ രണ്ടാമത്തേതായിട്ട് അതിലുള്ള സെൻറ്റേർഡിലുള്ള ബോഡി സെൻറ്റേർഡിനെ എടുക്കുന്നു. നന്നായി ശ്രദ്ധിച്ചേക്കണം, കിട്ടണം. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? യൂണിറ്റ് സെൽസ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ നോട്ട് ഓൺലി ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ് ബട്ട് 1 പാർട്ടിക്കിൾ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബോഡി സെൻറ്റർ. ഇപ്പോൾ ബോഡിയുടെ സെൻറ്ററിൽ, ഞാൻ ഈ ബോർഡിൽ വരച്ചു വച്ചിരിക്കുന്ന ഈ ചിത്രത്തെ തന്നെ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ എടുക്കട്ടെ. ദ ബോഡിയുടെ സെൻറ്റർ, ഞാൻ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിളിനെ കൊടുത്തു. നോക്കൂ, നേരത്തെ നമ്മൾ കാണിച്ച പാർട്ടിക്കിളുകളൊക്കെയും ഇവിടെയുണ്ട്. അതൊക്കെ എവിടെയാണ്? ഈസ് അറ്റ് ദ കോർണേഴ്സ്. നേരത്തെ നമ്മൾ കണക്ക് കൂട്ടിയ പോലെ ഒരാൾ 8 പേർക്കുള്ളതായിട്ട് കോർണറുകളിലാണ് അതുള്ളത്. എന്നാൽ ഇവിടെയുള്ളവൻ, ഇവനെ ആരും തൊടുന്നില്ല. എന്തേ? ഇത് ബോഡി സെൻറ്ററില്ല. അതുകൊണ്ട് ഈ യൂണിറ്റ് സെല്ലിൻ്റെ ബോഡിയുടെ സെൻറ്ററിലുള്ളത് കൊണ്ട് ഇത് ഈ യൂണിറ്റ് സെല്ലിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ നേരത്തെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ പറഞ്ഞ പോലെ കോർണറുകളിൽ നിന്ന് 1/8 × 8 1 വരും, പിന്നെ ബോഡിയുടെ സെൻറ്ററിൽ 1. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും ഈ കേസിൽ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 1/8 × 8 പ്ലസ് 1. എന്തുകൊണ്ട്? 1 ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബോഡി സെൻറ്റർ ആൻഡ് ഈസ് സ്ട്രിക്ട്ലി ഫോർ ദിസ് 1 ഓൺലി. സോ 1/8 × 8 ഈസ് ഈക്വൽ ടു 1 + 1 ഈസ് ഈക്വൽ ടു 2. ഫോർ എ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ the total number of particle is equal to 2. മറക്കരുത്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഫോർ എ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ 1/8 × 8 ഈസ് ഈക്വൽ ടു 1 കണ്ടിരുന്നുള്ളൂ. എന്നാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോർ എ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ 1/8 × 8 പ്ലസ് 1. എവിടെ നിന്നാണ് ഈ +1 വന്നതെന്ന് മനസ്സിലാക്കണം. ഫ്രം ദ ബോഡി സെൻറ്റർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 ഈസ് ഈക്വൽ ടു 2. സോ ഇതേപോലെ മൂന്നാമത്തെ സി, നമുക്ക് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിനെ എടുത്താൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്തായിരുന്നു അത്? ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനോടൊപ്പം എല്ലാ ഫേസുകളിലും, ദ അപ്പർ ഫേസ്, ലോവർ ഫേസ്, റൈറ്റ് ഫേസ്, ലെഫ്റ്റ് ഫേസ്, ഫ്രണ്ട് ഫേസ്, ബാക്ക് ഫേസ്, ഞാൻ എല്ലാ ഫേസിൻ്റെയും സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾ കൂടി കൊടുത്തിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ എല്ലാ ഫേസ് സെൻറ്ററുകളിലും നമ്മുടെ ഓർമ്മയിലുണ്ട് എത്ര? 6 ഫേസ് സെൻറ്ററുകളുണ്ട്. ആ 6 ഫേസ് സെൻറ്ററുകളിലുള്ള ഒരു പാർട്ടിക്കിൾ അത് വന്നിരിക്കുന്നു. ഇതിൽ എത്രയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ? സംശയിക്കേണ്ട, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനുണ്ടായിരുന്ന ആ ഒരു എണ്ണം നിർബന്ധമാണ്, ഉണ്ട്.
എന്നാൽ ബിസൈഡ്സ് ദാറ്റ്, അതിനെ കൂടാതെ ഫേസുകളിലൊക്കെ ഓരോന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ബോഡി സെന്ററിൽ ഒന്നുണ്ടായിരുന്നപ്പോൾ അത് മറ്റൊരാളുമായിട്ട് ടച്ചിങ്ങിലില്ല. അതുകൊണ്ട് ആ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രം സ്വന്തമായിരുന്നു. എന്നാൽ ഫേസുകളിലാകുമ്പോൾ അത് ആ ഫേസിലുള്ള അപ്പുറത്തുള്ള യൂണിറ്റ് സെല്ലിൽ കൂടി ടച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് 50-50, പകുതിയും പകുതിയുമാവുക. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു, നേരത്തെ പറഞ്ഞ പോലെ 1/8 × 8 നിർബന്ധം, പ്ലസ് ഫേസുകൾ എത്ര എണ്ണം ഉണ്ട്? 6 ഫേസുകൾ അല്ലേ? നിങ്ങളുടെ ക്ലാസ് മുറിക്ക് 6 ഫേസ് അല്ലേ നിങ്ങൾക്ക് നടുവിലിരുന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്? മുകളിലും താഴെയും ഇടത്തും വലത്തും മുന്നും ബാക്കും 6 ഫേസുകളിൽ ഓരോന്നുണ്ട്. പക്ഷെ ഓരോന്നിലും ഉള്ളത് 2 യൂണിറ്റ് സെല്ലുകളുടേതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിക്കിളിലെ പകുതി മാത്രമാണ് ഒരാൾക്ക് അവകാശപ്പെട്ടത്. ഒരു പാർട്ടിക്കിളിന് 2 അവകാശികളുണ്ട്. അപ്പോൾ ഒരാൾക്ക് അര പാർട്ടിക്കിളാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഹാഫ് ഇൻറ്റു എത്ര ഫേസാ? 6 ഫേസ്. സോ ഈസ് ഈക്വൽ ടു 1/8 × 8 ഈസ് ഈക്വൽ ടു 1 അല്ലേ? പ്ലസ് 1/2 × 6, 6ന്റെ അര എത്രയാ? 3 ആണ്. ഈക്വൽ ടു 4. കണ്ടോ? ഫേസ് സെന്റേർഡിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി ഈക്വൽ ടു 4. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാർട്ടിക്കിളുകൾ ഉള്ളത്, ഇസഡ് ഉള്ളത്, പാർട്ടിക്കിളുകളുടെ എണ്ണമുള്ളത് FCCക്ക് തന്നെ. പ്രിമിറ്റീവിനാകെ 1 ആയിരുന്നെങ്കിൽ, ബോഡി സെന്റേർഡിന് 2 ആയിരുന്നെങ്കിൽ, ഇപ്പോൾ FCCക്ക് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അത് 4 ആണ്. എവിടെ നിന്നാണ് ആ 4 വന്നത്? 1 കോർണറുകളിൽ നിന്നുള്ള 1/8 × 8. ആ 3 വന്നത് എവിടെ നിന്നാണ്? ഫേസുകളിൽ നിന്നുള്ള 1/2 × 6 ഈസ് ഈക്വൽ ടു 1. അങ്ങനെ 3 ഈസ് ഈക്വൽ ടു 1 + 3 ഈസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് ഒരാളെ കൂടി കണ്ടാൽ അത് തീരുമായിരിക്കും. അതാരാണ്? ഡി, എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഡി ആരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എൻ സെന്റേർഡ് യൂണിറ്റ് സെൽ. ആരാണത്? എൻ സെന്റേർഡ് യൂണിറ്റ് സെൽ. എൻ സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. അതിന് എന്താണ് ഉണ്ടായിരുന്നത്? ഞാൻ ബോർഡിലിരിക്കുന്ന ഫിഗറിൽ നേരത്തെ FCC ഫേസ് സെന്റേർഡ് വരച്ചതിൽ, ഫേസ് സെന്റേർഡ് സെൽ വരച്ചതിൽ ഞാനെല്ലാം മായ്ച്ചു കളഞ്ഞ് 2 എൻഡുകളിലായി മാത്രം ഓരോരുത്തരെ കാണിച്ചോട്ടെ. നോക്കൂ, കോർണറുകളിൽ നിർബന്ധം, കൂടാതെ 2 എൻഡുകളിൽ ഓരോന്ന്, എൻഡ് ഫേസുകളിൽ ഓരോന്ന്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? സോ ഡി, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചേക്കുക, 1/8 × 8. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഫ്രം ദ കോർണേഴ്സ് 1/8 × 8 പ്ലസ് ഫേസ് സെന്ററുകളിൽ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഫേസ് സെന്ററുകളിലുമുള്ളത് 2 യൂണിറ്റ് സെല്ലുകൾക്ക് അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ ഹാഫ് മാത്രമാണ് ഒരാൾക്ക്. സോ ഹാഫ് ഇൻറ്റു 2, ദാറ്റ് ഈസ് പ്ലസ് ഹാഫ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1/8 × 8 ഈസ് ഈക്വൽ ടു 1. ഹാഫ് ഇൻറ്റു 2, 2 അര 1 ഈക്വൽ ടു 1 ആണ്. അപ്പൊ 2. ഫോർ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു 2. നമ്മുടെ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണുന്നതിന്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇവയാണ് കൂടുതൽ തവണ ചോദിച്ചത്. ഒന്നുകൂടെ ഉള്ളത് എൻ സെന്റേർഡ് കൂടെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാൻ, അത് ആ ചിത്രം വരച്ച് തന്നെ കണ്ടെത്തുന്നതിന്, ചിത്രം കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച് പഠിച്ചതാണ്, ആ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് കഴിയട്ടെ. വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നിനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോളിഡ് സ്റ്റേറ്റിൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചേഴ്സ് അഥവാ ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ്സ്. നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റ് എന്ന ടോപ്പിക്കിൻ്റെ ആദ്യ ദിവസം തന്നെ നാം കേട്ടിരുന്നു, ഇൻ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ്. ഇങ്ങനെ ക്ലോസ് പാക്കിംഗ് പാർട്ടിക്കിളുകൾ തമ്മിൽ നടത്തുന്നത് കൊണ്ടാണ്
അവയ്ക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളത്. ഇങ്ങനെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളതുകൊണ്ട് ആ പാക്കിംഗ് കണ്ടിന്യൂ ആയി തുടർച്ചയായി നിൽക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് 3 തരത്തിൽ നമുക്ക് പറയാൻ വിശദീകരിക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തേതാണ് വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ക്ലോസ് പാക്കിംഗ് ഇൻ വൺ ഡയമെൻഷൻ. അപ്പോൾ 1Dയിൽ 1 ഡയമെൻഷനിൽ നമ്മൾ ക്ലോസ് പാക്കിംഗ് കാണിക്കുമ്പോൾ, 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ 1 ഡയമെൻഷനിൽ ക്ലോസ് പാക്കിംഗ് കാണിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചേക്കണം. നോക്കൂ, ഒരു പാർട്ടിക്കിൾ, എപ്പോഴും ക്ലോസ് പാക്കിംഗ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് പാർട്ടിക്കിളുകളെയൊക്കെ നാം ഒരു സ്ഫിയർ ആയി കൺസിഡർ ചെയ്യുന്നു. പാർട്ടിക്കിളുകളൊക്കെയും സ്ഫിയർ ആയി കൺസിഡർ ചെയ്യുകയും അവ ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കുകയുമാണ് ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ സാധാരണയായിട്ട് നാം കാണിക്കുമ്പോൾ പാർട്ടിക്കിളുകളെ ഒന്നിനോടൊന്നായി ഇങ്ങനെ ചേർത്ത് വരച്ച് കാണിക്കും. ഇതാണ് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇതിൽ ഒരു പാർട്ടിക്കിളിനെ നിങ്ങൾ എടുത്താൽ, കൺസിഡർ ചെയ്താൽ, അത് എത്ര പേരോടാണ് ഇവിടെ ചേർന്ന് നിൽക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരാൾ 2 ആളോട് ചേർന്ന് നിൽക്കുന്നതായല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ആണ്. കണ്ടോ? ഇത്തരത്തിൽ നമ്പർ ഓഫ് നൈബറിംഗ് പാർട്ടിക്കിൾസ് ഇൻ എ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഇറ്റ്സ് കോഓർഡിനേഷൻ നമ്പർ. ഒന്നുകൂടി, സോളിഡുകളിൽ പാർട്ടിക്കിളുകളെ നമ്മൾ അടുത്തടുത്ത് പാക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഇതിൽ പാക്ക് ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്കിളിനെ എടുത്താൽ ആ പാർട്ടിക്കിളുമായി കണക്ട് ചെയ്യുന്ന, ബന്ധിച്ച് നിൽക്കുന്ന നൈബേഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണത്തെ നാം വിളിക്കുന്ന പേരാണ് കോഓർഡിനേഷൻ നമ്പർ. അപ്പോൾ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ എത്രയാണ് കോഓർഡിനേഷൻ നമ്പർ എന്ന് വ്യക്തമല്ലേ? ഈ ഒരു പാർട്ടിക്കിളിനെ നിങ്ങൾ എടുത്താൽ അതിൻ്റെ ഐദർ സൈഡിലും ഓരോരുത്തർ വീതം, അപ്പോൾ ഇവിടെ 1, ഇവിടെ 1, ടോട്ടൽ 2 ഈസ് ദ കോഓർഡിനേഷൻ നമ്പർ ഇൻ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇതാണ് 1D, 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ക്ലിയർ ആയി എന്ന് കരുതട്ടെ. അപ്പോൾ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ കോഓർഡിനേഷൻ നമ്പർ ഓൾവേസ് ഈസ് 2, 2 ആയിരിക്കും. എന്താണ് കോഓർഡിനേഷൻ നമ്പർ എന്ന് വ്യക്തമായോ? ക്ലോസ് പാക്കിങ്ങിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും അതിനെ സ്പർശിച്ച് നിൽക്കുന്ന നൈബറിംഗ് പാർട്ടിക്കിളുകളുടെ എണ്ണത്തെയാണ് നാം എന്ത് വിളിക്കുന്നത്? കോഓർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കോഓർഡിനേഷൻ നമ്പർ ഇൻ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഈസ് 2. എന്നാൽ 1 ഡയമെൻഷൻ മാറ്റി നമ്മൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എടുത്താൽ, 2D എടുത്താൽ, 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എടുത്താൽ, ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു ലേയർ, നമ്മൾ ഐഡന്റിക്കൽ പാർട്ടിക്കിളാണ് ഒരു സോളിഡിൽ കൺസിഡർ ചെയ്യുക, ഒരു ലേയർ. ഈ ലേയർ മറ്റൊരു ലേയർ ആയിട്ട് ഇത്തരത്തിൽ മുകളിൽ സ്റ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ മുകളിൽ ഫിക്സ് ചെയ്ത് മുകളിൽ വച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ ഇതിനെ നമ്മൾ പറയുന്ന പേര് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ്. നിങ്ങൾക്ക് ബോർഡിലേക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ടാകുമല്ലോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. നോക്കൂ, ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കടുക്കായി വെച്ചിരിക്കുന്ന ഈ രീതിയാണ് ഇത്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. എപ്പോഴും താഴത്തെ ലെയർ എങ്ങനെയിരിക്കുന്നോ അതേപോലെ തന്നെയാണ് മുകളിലത്തെ ലെയർ. താഴത്തത് എ ടൈപ്പ് ആണെങ്കിൽ മുകളിൽ എ ടൈപ്പാണ്, അതിന് മുകളിൽ എ ടൈപ്പാണ്, പിന്നെയും എ ടൈപ്പാണ്, തുടർന്നും എ ടൈപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയാറുണ്ട് എ ടൈപ്പ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. എന്നാൽ ഈ എ ടൈപ്പ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ടൈപ്പ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ നാം ഒരു പാർട്ടിക്കിളിനെ പരിഗണിച്ചാൽ,
ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ക്രോസ് മാർക്ക് ഇട്ട് കാണിക്കുന്ന ഇതിനെ പരിഗണിച്ചോട്ടെ. ഇതിനെ സ്പർശിച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇതിനെ സ്പർശിച്ച് നിൽക്കുന്ന എത്ര പാർട്ടിക്കിളുകൾ ഉണ്ടെന്ന് നോക്കിയേ. ദേ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ അനദർ വൺ ഉണ്ട്, ദാ ഇവിടെ വേറൊരാളുണ്ട്, ഇവിടെയും ഒരാളുണ്ട്, ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പാർട്ടിക്കിളുകളുമായിട്ട് ഇവന് ബന്ധമുണ്ട്? 1 2 3 4 4 ഈ 4 പാർട്ടിക്കിളുകളുടെയും സെന്ററുകളെ ഞാനൊന്ന് ബന്ധിപ്പിച്ചോട്ടെ. 4 പാർട്ടിക്കിളുകളുടെ സെന്ററുകളെ ഞാൻ ബന്ധിപ്പിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ, അവിടെ ഒരു സ്ക്വയർ രൂപപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇല്ലേ? ഒരു സ്ക്വയർ ദേ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ഒന്നാമത്തേതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഒന്നാമത്തെ തരമാണത്. ഞാനൊരു തരം, 2 തരത്തിലാണ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉള്ളത്. അതിൽ ഒന്നാമത്തതിനെ കാണിച്ചതാണ് എന്ത്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ ഓരോ പാർട്ടിക്കിളും തൊട്ടടുത്ത 4 പേരുമായിട്ടാണല്ലോ സമ്പർക്കത്തിൽ ഉള്ളത്, അല്ലേ? ആണ്. ഞാൻ ആ 4 പേരുടെയും സെന്ററുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് നിങ്ങൾക്ക് ഈ സ്ക്വയർ കാണിച്ചു തന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കോഓർഡിനേഷൻ നമ്പർ നിങ്ങൾ പറയൂ, എത്രയാണ് ഇതിൻ്റെ കോഓർഡിനേഷൻ നമ്പർ? എന്താണ് കോർഡിനേഷൻ നമ്പർ എന്നറിയുന്നയാൾക്ക് എത്രയാണെന്ന് പെട്ടെന്ന് പറയാം. നമ്പർ ഓഫ് നൈബറിംഗ് പാർട്ടിക്കിൾസ്. നോക്കൂ, ഈ പാർട്ടിക്കിളിന്റെ നമ്പർ ഓഫ് നൈബറിംഗ് പാർട്ടിക്കിൾ ഈസ് 4 ഇൻ നമ്പർ. അപ്പോൾ അതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? ഇറ്റ് ഈസ് 4. കോഓർഡിനേഷൻ നമ്പർ ഓഫ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഈസ് 4. അതാണ് 4 കിട്ടുന്നത്. എന്നാൽ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് നടത്തിയ പോലെ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ എനിക്ക് ക്ലോസ് പാക്കിംഗ് വേറൊരു തരത്തിൽ നടത്താൻ കഴിയും. ഒന്ന് ശ്രദ്ധിക്കാമോ? ഞാൻ ദേ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അത് വീണ്ടും വരയ്ക്കുകയാണ്. അത് നന്നായി ശ്രദ്ധിച്ചേക്കുക. ഇതാണല്ലോ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ പാർട്ടിക്കിളുകളെ കാണിച്ചിരുന്നത്. 2 ഡയമെൻഷണൽ ആകുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ താഴേക്ക് കൂടെ പാക്കിംഗ് ഉണ്ടാവും. ഇതൊരു ഡയമെൻഷനിലേ ഉള്ളൂ, മറ്റേത് 2 ഡയമെൻഷനിലും കാണും. അതാണല്ലോ വ്യത്യാസം. ഇവിടെ നമുക്ക് 2 ഡയമെൻഷനിലും പാർട്ടിക്കിളുകളെ കാണാൻ കഴിയും. എന്നാൽ 1 ഡയമെൻഷൻ വരച്ചപ്പോൾ ഒരു ഇത് മാത്രമാണ് കാണിച്ചത്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ഈ അടുത്ത പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിൾ വെക്കുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചത് ഒന്നിനു മുകളിൽ അതേപോലെയാണ്. പക്ഷേ ഞാൻ അടുത്ത പാർട്ടിക്കിളിനെ അങ്ങനെ വെക്കാതെ ഇവിടെ പ്ലേസ് ചെയ്താൽ, നന്നായി ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ഈ ഡിപ്രഷൻ, ഈ ഒരു കുഴിഞ്ഞ ഭാഗം, ഇതിനെ നമുക്ക് ഡിപ്രഷൻ എന്ന് വിളിക്കാമല്ലോ. ഈ ഡിപ്രഷനിൽ ഞാനൊരു പാർട്ടിക്കിളിനെ പാക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ അടുത്തതിനെ, അപ്പോൾ അടുത്ത ഡിപ്രഷനിൽ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ഈ ഡിപ്രഷനിൽ പാക്ക് ചെയ്യുന്നതോട് കൂടി ആ 2ൻ്റെയും മുകൾ ഭാഗത്തേക്ക് വെക്കാനുള്ള പോസിബിലിറ്റി ഇല്ലാതെ, അങ്ങനെ ഡിപ്രഷനുകളിലേക്ക് നമ്മൾ പാർട്ടിക്കിളുകളെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ, കണ്ട, ഇത് ഒരു പുതിയ തരം അറേഞ്ച്മെന്റിലേക്ക് വഴി തുറക്കുമല്ലോ. ഉണ്ടല്ലോ. കാരണം ഇതിൽ നിന്ന് ഇത് ഡിഫറൻ്റ് അല്ലേ? ഞാൻ രണ്ടും ഒരുമിച്ച് കാണിക്കാൻ കാരണം 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 തരത്തിലുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി അടുത്തേതിനെ ഞാൻ പ്ലേസ് ചെയ്യുമ്പോൾ, വെരി നെക്സ്റ്റ് വൺ ഞാൻ പ്ലേസ് ചെയ്യുമ്പോൾ അതിനെ നോക്കൂ, ഞാൻ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഡിപ്രഷനിൽ തന്നെയാണ് ഞാൻ അതിനെ പ്ലേസ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ അടുത്തവൻ്റെ ഡിപ്രഷനിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വരക്കാനാവുമല്ലോ. കണ്ടോ? ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്തത് വരുമ്പോൾ എവിടെയാണ് എനിക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുക? അത് അടുത്തതിൻ്റെ ഡിപ്രഷനിലാണ്. ഇത്തരത്തിൽ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണല്ലോ. 1 ഡയമെൻഷണൽ അല്ല, 2 ഡയമെൻഷണലാണ്. 2 ഡയമെൻഷൻ ഉണ്ട്. പക്ഷേ ദ സെക്കൻഡ് ലെയർ പാർട്ടിക്കിൾ ആർ പ്ലേസ്ഡ് അറ്റ് ദ ഡിപ്രഷൻസ് ഓഫ് ദ ഫസ്റ്റ് വൺ.
ആൻഡ് തേർഡ് വൺ അറ്റ് ദ ഡിപ്രഷൻ ഓഫ് ദ സെക്കൻഡ് വൺ. ഇങ്ങനെ പ്ലേസ് ചെയ്താൽ അത് ഒന്നുകൂടെ ഇതിനേക്കാൾ മോർ എഫിഷ്യൻ്റ് ആണ്. അതെന്താ കാരണം? നോക്കൂ നിങ്ങൾ, ഇതിൽ എത്രമാത്രം ഒഴിഞ്ഞ എംപ്റ്റി സ്പേസുകൾ ഞാനിങ്ങനെ ഈ കളറ് കൊടുത്ത് കാണിക്കുന്നു. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ എത്രമാത്രം എംപ്റ്റി സ്പേസുകൾ ഉണ്ടായിരുന്നു. അത്ര ഒരു എംപ്റ്റി സ്പേസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. എംപ്റ്റി സ്പേസ് ഉണ്ട്, പക്ഷെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഒന്നും കൂടെ നല്ല എഫിഷ്യൻറ്റ് പാക്കിംഗ് ആണ്. ഇവിടെ നിങ്ങൾ അറിയണം, ഇത് എ എന്ന് കൊടുത്താൽ ഇതിനെ എനിക്ക് ബി എന്ന് കൊടുക്കേണ്ടി വരും. പക്ഷെ എയുടെ അതേപോലെ കണ്ടോ ഇവിടെ അടുത്തത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സോ എ ഈസ് ഐഡന്റിക്കൽ നോട്ട് വിത്ത് ബി ബട്ട് വിത്ത് സി, ദ തേർഡ് ലെയർ. മൂന്നാമത്തെ ലെയറുമായിട്ടാണ് എ ഐഡന്റിക്കൽ ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എ ബി ടൈപ്പ്, എന്താ പറഞ്ഞത്, എ ബി ടൈപ്പ് എന്ന് പറയാറുണ്ട്. ഇതിന് എ ടൈപ്പ് എന്നാ പറഞ്ഞത്. ഇതപ്പോ എ ടൈപ്പ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇത് എ ബി ടൈപ്പ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇതിനെ നമ്മൾ പേരിട്ടു സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. എന്നാൽ ഇതിനെ ഒന്ന് നന്നായി ശ്രദ്ധിക്കൂ. ഞാൻ ഒരു പാർട്ടിക്കിളിനെ ഒരാളെ കൺസിഡർ ചെയ്യട്ടെ, ആരെങ്കിലും ഒരാൾ, ഇയാളായിക്കോട്ടെ. ആ ഒരു പാർട്ടിക്കിളിന് എത്ര പാർട്ടിക്കിളുകളുമായിട്ടാണ് ബന്ധമുള്ളത് എന്ന് ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. കൃത്യമാണ്, 6 പേരുമായിട്ട്. isn't it? 1 2 3 4 5 6 particles are the neighboring particles. അതുകൊണ്ട് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും? കോർഡിനേഷൻ നമ്പർ നമുക്കറിയാം. കോർഡിനേഷൻ നമ്പർ ഈസ് ജസ്റ്റ് the neighboring numbers. So it is 6. കോർഡിനേഷൻ നമ്പർ 1 ഡയമെൻഷനിൽ 2 പറഞ്ഞ നമ്മൾ, 2Dയിൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ 4 എന്ന് പറഞ്ഞ നമ്മൾ, ഇപ്പോൾ ഇതിനെ കണ്ടോ 6 കണ്ടിരിക്കുന്നു. ഇനി ഇവയെ തമ്മിൽ ഞാൻ ബന്ധിപ്പിക്കുകയാണ്. ഇവയുടെ സെന്ററുകളെ തമ്മിൽ ഞാൻ ബന്ധിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ. 1 2നെയും ബന്ധിപ്പിച്ച് അടുത്താളെ ബന്ധിപ്പിച്ച് അടുത്താളെ ബന്ധിപ്പിച്ച് അടുത്താളെ കണ്ടോ? അവിടെ ഒരു ഹെക്സഗൺ രൂപപ്പെട്ട പോലെ തോന്നില്ലേ? ഇല്ലേ, ഒരു ഹെക്സഗൺ. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയാറുണ്ട് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. എന്താ പറഞ്ഞത്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 2 തരത്തിലുള്ള 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, മറ്റൊന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഹെക്സഗണൽ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സ്ക്വയർ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. കോർഡിനേഷൻ നമ്പർ കൂടുമ്പോൾ നാം എഫിഷ്യൻസി കൂടുന്നതായിട്ടാണ് പറയുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. നോക്കൂ, സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ കോർഡിനേഷൻ നമ്പർ പരീക്ഷയുടെ ചോദ്യമാണ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലെ കോർഡിനേഷൻ നമ്പർ, ഇത് രണ്ടും നമ്മുടെ എക്സാമിൻ്റെ സ്ഥിരമായ സ്ഥായിയായ ക്വസ്റ്റ്യനുകളാണ്. അപ്പം നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ഒരേ സമയം രണ്ടും കൂടെ കാണിച്ചത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാനും അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നതിനുമാണ്. ആൻഡ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കോർഡിനേഷൻ നമ്പർ ബൈ യൂസിങ് ദിസ് ഡയഗ്രാം ഹിയർ ആൻഡ് ഹൗ ദിസ് നെയിം ഈസ് അറ്റൈൻഡ്. ഈ ഒരു ഡയഗ്രവുമായി ബന്ധമുണ്ട് ഈ ഒരു പേരിന് പോലും. അതാണ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇനി നമുക്കിവിടെ പറയാനുള്ളത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഈ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഭാഗം, എന്താണ് വോയിഡുകൾ? വോയിഡുകൾ എന്ന് പറയുന്നത് ദ എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻ ക്ലോസ് പാക്കിംഗ്. നാം ക്ലോസ് പാക്കിംഗ് എങ്ങനെ നടത്തിയാലും പാർട്ടിക്കിളുകളെ 1 by 1 ആയി നമ്മളിങ്ങനെ അടുക്കി വെക്കുമ്പോൾ സ്ഫിയർ പാർട്ടിക്കിളുകളായതുകൊണ്ട് തന്നെ അവയ്ക്കിടയിൽ 2 3 4 വയ്ക്കുമ്പോൾ അവയ്ക്കിടയിൽ എംപ്റ്റി സ്പേസുകൾ വരാം.
ഈ സ്പേസുകളെയാണ് നാം പൊതുവെ വോയിഡുകൾ എന്നത് കൊണ്ട് വിവക്ഷിക്കുന്നത്. നോക്കൂ, ഞാനിവിടെ ഒരു പാർട്ടിക്കിളിനെ കാണിച്ചിരിക്കുന്നു. ഒരു പാർട്ടിക്കിളിനെ വെച്ച് നമുക്ക് വോയിഡ് പറയാൻ കഴിയില്ല. എന്നാൽ ഞാനിവിടെ രണ്ടാമതൊരു പാർട്ടിക്കിൾ കൂടി ക്ലോസ് പാക്കിങ്ങിൽ കാണിച്ച് മൂന്നാമത്തതും കാണിച്ചെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് 3 പാർട്ടിക്കിളുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഒരിക്കലും ഈ ഏരിയയിലേക്കല്ല നമ്മുടെ ശ്രദ്ധ പോവേണ്ടത്, പാർട്ടിക്കിളുകളുടെ ഇടയിലേക്ക്. കണ്ടോ, ഈ പാർട്ടിക്കിളിനിടയിൽ ഞാൻ വേറൊരു കളറ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. കാണുന്നുണ്ടല്ലോ, കണ്ട ഈ ഒരു സ്പേസ്, ഇതിനെയാണ് നമ്മൾ വോയിഡ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് സോ കാൾഡ് വോയിഡ്. അപ്പോൾ വോയിഡ്, ഹോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു വോയിഡാണ്. ഇതൊരു 3 ഹോളുകൾക്കിടയിൽ കാണുന്ന ഒരു വോയിഡ്. ഇവിടെ നമ്മൾ പാക്കിംഗ് നടത്തുമ്പോൾ അടുത്ത പാർട്ടിക്കിളിനെ ഇതിൻ്റെ മുകളിൽ പാക്ക് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3 ഡയമെൻഷനിൽ വരുമ്പോൾ 2 ഡയമെൻഷൻ പോരാ, മൂന്നാമതൊരു ഡയമെൻഷൻ കൂടി വേണം. അപ്പോൾ മാത്രമാണല്ലോ അത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആകുന്നത്. അങ്ങനെ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നടത്തുമ്പോൾ ഞാനിവിടെ ഒരു കുത്തിട്ടിട്ട് ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾക്കൊരു പാർട്ടിക്കിളിനെ കൂടി കാണിക്കുന്നു. അപ്പം ഈ പാർട്ടിക്കിളിൻ്റെ ഇടയിൽ ഇവിടെ വന്ന ഈ ഒരു വോയിഡ്, നമ്മൾ പറയുന്നത് വോയിഡുകളെ കുറിച്ചാണ്, വോയിഡ്സിനെ കുറിച്ചാണ്. ഈ വോയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. എന്താ വിളിച്ചത്? ടെട്രാഹെഡ്രൽ വോയിഡ്. ഈ ടെട്രാഹെഡ്രൽ വോയിഡ്, അപ്പോൾ ഒന്നാമത്തെ തരം വോയിഡ് നാം പഠിക്കേണ്ടത് ടെട്രാഹെഡ്രൽ വോയിഡ് തന്നെയാണ്. ഈ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് എന്താ? എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ the 4 particles in a close packing. ഈ 4 പാർട്ടിക്കിളുകൾക്കിടയിലുള്ള ഈ എംപ്റ്റി സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. ഈ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് ഒരിക്കലും ആ പേര് വന്നിട്ടുള്ളത് ഈ 3 ആദ്യ പാർട്ടിക്കിളുകൾക്കിടയിലുള്ളതിലേക്ക് മുകളിൽ ഒന്ന് പാക്ക് ചെയ്താണല്ലോ ഞാൻ അതിനുള്ളിലുള്ള സ്പേസ് എന്നാണ് ടെട്രാഹെഡ്രൽ വോയിഡിനെ വിളിച്ചത്. ഈ പേര് വന്നിട്ടുള്ളത് ആ ഒരു വാക്കൻ്റ് സ്പേസിൻ്റെ ഷേപ്പിൽ നിന്നാണ്. ഞാൻ ഇതിൻ്റെ സെൻറ്ററിനെയും ഇതിൻ്റെ സെൻറ്ററിനെയും ഈ 3ൻ്റെയും സെൻറ്ററുകളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ചാൽ ഇവിടെ ഒരു ട്രയാങ്കിളാണ് വരുന്നത്, കണ്ടോ? എന്നാൽ ഈ മുകളിൽ വെച്ചവൻ്റെ സെൻറ്ററിലേക്ക് അതിനെ ബന്ധിപ്പിച്ചാൽ നമുക്കൊരു ടെട്രാഹെഡ്രോൺ കിട്ടും. അങ്ങനെ ഒരു റെഗുലർ ടെട്രാഹെഡ്രോൺ കിട്ടിയത് കൊണ്ട് ഈ 3 സെൻറ്ററുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് മുകളിലുള്ളവൻ്റെ സെൻറ്ററിലേക്ക് അതിനെ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു ടെട്രാഹെഡ്രോൺ കിട്ടിയത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചത്? ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിച്ചത്. നോക്കൂ, 1 2 3 4 അങ്ങനെ ടെട്രാഹെഡ്രൽ വോയിഡുകൾ നാം പാക്കിംഗ് നടത്തുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ഡയഗ്രമാറ്റിക് സ്കെച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നാൽ ഈ ക്ലോസ് പാക്കിംഗ് നടത്തുന്ന സമയത്ത് നാം ഫസ്റ്റ് ലെയർ, 2 ഡയമെൻഷനിലുള്ള ലെയർ നമ്മുടെ ഓർമ്മയിലുണ്ട്. ആ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് വീണ്ടും വെച്ച്, അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 3 ഡയമെൻഷനും ഒരേപോലെ നമുക്ക് കിട്ടുന്ന 3 ഡയമെൻഷണൽ പാക്കിങ്ങിലേക്കൊക്കെ ചെല്ലുമ്പോൾ മറ്റൊരു തരത്തിലുള്ള വോയിഡ് വളരെ പ്രധാനമാണ്. അതാണ് സെക്കൻഡ് ടൈപ്പ് വോയിഡ്, രണ്ടാമത്തെ വോയിഡ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. എന്താണ് ഈ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞത്? ടെട്രാഹെഡ്രൽ വോയിഡ് 3 പാർട്ടിക്കിളുകൾക്കിടയിലുള്ള എംപ്റ്റി സ്പേസ് ആയതിൽ നിന്നാണ് നമ്മൾ എടുത്തെങ്കിൽ ഇവിടെ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്താണ്? നന്നായി ശ്രദ്ധിച്ചേക്കണം. ഞാൻ ഒരിക്കൽ കൂടി ആ ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. നോക്കൂ, ഒരു പാർട്ടിക്കിൾ, ആ ഒരു പാർട്ടിക്കിളിനോട് ചേർന്ന് വേറൊരു പാർട്ടിക്കിൾ, അത് തുടരും. അതങ്ങനെ തുടർന്നാണല്ലോ ദ എൻറ്റയർ ക്രിസ്റ്റലിലുള്ള പാർട്ടിക്കിളുകൾ മുഴുവൻ കാണിക്കാം നമുക്ക്. പക്ഷെ ഞാനിവിടെ ഫോർ ദ ടൈം ബീയിങ് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മുകളിൽ
ദ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ നമുക്കറിയാം, നമ്മൾ മുകളിലേക്ക് ഈ ഒരു ഡിപ്രഷനിലേക്ക് ഒരാളെ പാക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ ഇവിടെ മാത്രം കൺസിഡർ ചെയ്യുക ഈ 3 എണ്ണം. ഇപ്പോൾ ഇവിടെ ഒരു വോയിഡ് രൂപപ്പെട്ടത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിനെ നമ്മൾ എന്ത് വോയിഡ് എന്നാണ് വിളിച്ചത്? അത് ടെട്രാഹെഡ്രൽ വോയിഡ് ആയിരുന്നു. മുകളിൽ കവർ ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ഉള്ളിൽ സേഫായ വോയിഡ്. എന്നാൽ നമ്മൾ അടുത്ത പാക്കിംഗ് നടത്തുന്നത് ഇവിടെയല്ല എന്ന് കരുതുക. അല്ലെങ്കിലുള്ളൊരു വിഷയം എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഇവിടെ പാക്ക് ചെയ്തു. നന്നായി ശ്രദ്ധിച്ചേക്കണം. അടുത്തതിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ഫിയറായിട്ട് പാക്ക് ചെയ്തു. നന്നായി ശ്രദ്ധിച്ചേക്കണം, ശ്രദ്ധ കളയരുത്, വിട്ടേക്കരുത്. അടുത്തതിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്തു. ഞാനിപ്പോൾ പാക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് 3 സ്ഫിയറുകൾക്ക് മുകളിൽ 3 സ്ഫിയറുകൾ കൂടി പാക്ക് ചെയ്തു. അതായത് അടുത്ത ലെയർ വന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു വോയിഡ് ഇപ്പോൾ ഇവിടെ സെക്കൻഡ് പാക്കിങ്ങിലും വിസിബിളാണ്, ദൃശ്യമാണ്. ഞാനതിനെ ഒരു യെല്ലോ കളർ കൊടുത്തിവിടെ കാണിക്കുക. കണ്ട, എന്താണ് ഈ ഒരു സ്ഫിയറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? നോക്കൂ, ആദ്യത്തെ 3 എണ്ണത്തെ നമ്മൾ വെച്ചപ്പോൾ ഉള്ള ആ ഒരു വോയിഡിന് മുകളിലാണ് അടുത്ത 3 എണ്ണം അത് ക്ലോസ് ചെയ്യാതെ വന്നിരിക്കുന്നത്. അപ്പോൾ 6 എണ്ണം. ഈ 6 എണ്ണത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു വോയിഡിനെ 3 6 എണ്ണത്തിൻ്റെ ഇടയിൽ വന്ന ആ വോയിഡിനെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദ 6 ക്ലോസ് പാക്ക്ഡ് ലേയേഴ്സ്. അതിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അതിനെ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കാനുള്ള കാരണം ഈ 6 എണ്ണത്തിൻ്റെയും സെന്ററുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ നമുക്കൊരു ഒക്ടാഹെഡ്രൺ ആണ് കിട്ടുന്നത്. നേരത്തെ ടെട്രാഹെഡ്രൺ കിട്ടിയത് കൊണ്ട് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിച്ചു. ഇപ്പോൾ ഒക്ടാഹെഡ്രൺ കിട്ടിയത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒക്ടാഹെഡ്രൽ വോയിഡ്. ഇതാണ് പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള വോയിഡുകൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. ഒക്ടാഹെഡ്രൽ വോയിഡും ടെട്രാഹെഡ്രൽ വോയിഡും. നേരത്തെ നമ്മൾ വരച്ച് കാണിച്ചത് ടെട്രാഹെഡ്രൽ ആയിരുന്നു. ഇപ്പോൾ നാം വരച്ച് കാണിച്ചത് ഒക്ടാഹെഡ്രൽ വോയിഡാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു കാര്യം ഇവിടെ അറിയേണ്ടത്, നാം പാക്കിംഗ് നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന പാർട്ടിക്കിളുകളുടെ എണ്ണം, ഞാനതിനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചോട്ടെ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു n എന്ന് സപ്പോസ് കരുതുക. then number of tetrahedral voids in it, number of tetrahedral voids, ടെട്രാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് will be, should be, must be equal to 2n. 2n ആയിരിക്കും. സിമിലർലി നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്, നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്, ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം will be equal to n ആയിരിക്കും. That is, if we take 1000 particles for close packing, then number of tetrahedral voids formed will be 2000, 2 into 1000, and number of octahedral voids formed will be 1000. So total number of voids, നമ്മൾ പറയാറുണ്ട് total number of voids will be equal to what? 2n plus n is equal to 3n. സോ 1000 എണ്ണം എടുത്തെടുത്ത് അത് 3000 ആയിരിക്കും. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതട്ടെ. എങ്ങനെയാണ് വോയിഡുകളുടെ ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെത്തുന്നത്? അപ്പോൾ പാർട്ടിക്കിളുകൾ കിട്ടിക്കഴിഞ്ഞാൽ വോയിഡുകളുടെ എണ്ണം കിട്ടാനും, വോയിഡുകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടാനും നിങ്ങൾക്ക് കഴിയട്ടെ. ആ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ വോയിഡുകളെ കുറിച്ച് അറിയാൻ. 2 തരത്തിലുള്ള പ്രധാനപ്പെട്ട വോയിഡുകൾ, ടെട്രാഹെഡ്രൽ വോയിഡുകളും ഒക്ടാഹെഡ്രൽ വോയിഡുകളുമാണ് ഞാൻ ഡയഗ്രമാറ്റിക്കലി നിങ്ങൾക്ക് കാണിച്ചു തന്നത്.